ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മോർ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യലാണ്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൻ്റെ. അഥവാ ഇത് നമ്മുടെ CMAയുടെ ഇൻറ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസാണ്. സ്റ്റഡി മെറ്റീരിയലിലെ ഇല്ലിസ്ട്രേഷൻ 21 കൂടെയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ് അസ്യൂമിങ് ദ എറേഴ്സ് വെർ ഡിറ്റക്റ്റഡ്. A. Before the preparation of trial balance. B. After the preparation of trial balance. And C. After the preparation of final account. നമുക്കറിയാം എറർ റെക്ടിഫൈ ചെയ്യുന്ന 3 സ്റ്റേജുള്ളത്. ഒന്ന് നമ്മുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ, പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം, ബട്ട് ഏതിനു മുൻപേ? ഫൈനൽ അക്കൗണ്ടിന് മുൻപേ, പിന്നെ അടുത്ത ഫൈനൽ അക്കൗണ്ടിന് ശേഷം. ഇങ്ങനെ 3 സ്റ്റേജസ് ആണുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വിഷയമാണ്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോവാണ്. ഡെപ്തിലുള്ള മറ്റു ഡിസ്കഷന് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എടുക്കാം. പർച്ചേസ് പ്ലാൻ ഫോർ 10,000 റോങ്ലി പാസ്ഡ് ത്രൂ ദ പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ ഈ 3 നമുക്ക് ഒരുമിച്ച് അങ്ങ് ചെയ്യാം. അങ്ങനെ ഒരു പ്ലാനിലേക്ക് പോകാം. അപ്പോൾ നമ്മളൊരു ടേബിൾ വരയ്ക്കുന്നു റെക്ടിഫിക്കേഷൻ്റെ. അതിൽ 3 സിറ്റുവേഷൻ ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം. ABC ഒരുമിച്ച് അങ്ങ് കമ്പയർ ചെയ്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെർഫെക്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ A ആണ്. ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറർ ചെയ്യുന്നത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണെങ്കിൽ അപ്പോൾ എഴുതാം ബിഫോർ ട്രയൽ ബാലൻസ്. B ആഫ്റ്റർ ട്രയൽ ബാലൻസ്, ബട്ട് അപ്പോൾ ഇവിടെ ഒരു മീനിങ് ഉണ്ട്. ബട്ട് ബിഫോർ ഏതായിരിക്കണം? ഫൈനൽ അക്കൗണ്ട്സ് ആയിരിക്കണം. F എന്ത് ഫൈനൽ അക്കൗണ്ട്. C ഏതാണ്? ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ എടുക്കാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്ലാൻഡ് 10,000 രൂപയുടെ പർച്ചേസ് ചെയ്തത് പർച്ചേസ് അക്കൗണ്ടിൽ എഴുതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാവുന്ന പോലെ ഇതിൻ്റെ 3 പാറ്റേൺ ഓഫ് എൻട്രി. ഇതിൻ്റെ കറക്റ്റ് എൻട്രി ആദ്യം പറയാം. ഓക്കെ, ഞാനത് കറക്റ്റ് എൻട്രി ഇങ്ങനെ ടിക്ക് ചെയ്യാം. കറക്റ്റ് എൻട്രി എന്താ? പ്ലാൻഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് കറക്റ്റ് എൻട്രി. എമൗണ്ട് 10,000. ഇതിൽ ഇവർ തെറ്റായി എഴുതിയ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് 10,000. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഇവർ ശരിക്കും എന്താ ചെയ്തത്? അസറ്റിന് ഡെബിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എഴുതേണ്ട സ്ഥലത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറായി ട്രീറ്റ് ചെയ്തു. ഇത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഇതിൽ എങ്ങനെ ഇത് റെക്ടിഫൈ എന്ന് വെച്ചാൽ നമുക്ക് ഈ പർച്ചേസിന് ഒഴിവാക്കണം, വേണ്ട, തെറ്റായ രീതിയിലാണ്. അപ്പോൾ ഈ പർച്ചേസിന് ഒഴിവാക്കണമെങ്കിൽ അതിന് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. പകരം ആരെ കൊണ്ടുവരാം അവിടെ? പ്ലാന്റിന്. അപ്പോൾ പ്ലാൻഡ് അക്കൗണ്ട് റെക്ടിഫിക്കേഷൻ എൻട്രി ആണത്. റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയാം. എന്താ എൻട്രി? പ്ലാൻഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ്. ഇതാണ് ഇവിടുത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി. എമൗണ്ട് 10,000. ഓക്കെ, ഇതാണ് ഏതിനു മുൻപാണെങ്കിൽ ഫൈനൽ അക്കൗണ്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേയുള്ള സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ബിഫോർ ട്രയൽ ബാലൻസിലെ ഇഷ്യൂ തീർന്നു. ഇതിൽ എക്സാമിന് നിങ്ങൾ എഴുതേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ? ഈ എൻട്രി മാത്രമേ ഉള്ളൂ, റെക്ടിഫിക്കേഷൻ എൻട്രി. ഓക്കെ, പക്ഷെ അത് എഴുതാനുള്ളൊരു സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. റോങ് എൻട്രിയും കറക്റ്റ് എൻട്രിയൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ ആയിരുന്നു അല്ലേ?
ഇനി ഇതെങ്ങനെ ആഫ്റ്റർ ട്രയൽ ബാലൻസിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആഫ്റ്റർ ട്രയൽ ബാലൻസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ അടുത്ത ചോദ്യം, ഈ എറർ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എററാണോ എന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് സിംഗിൾ സൈഡഡ് എററാണോ ഡബിൾ സൈഡഡ് എററാണോ നോക്കാം. ഇതേത് ഡബിൾ സൈഡഡ് എററാണ്. ഓക്കെ, ഏതെറ ഡബിൾ സൈഡഡ്. അങ്ങനെ പറഞ്ഞാൽ ഇത് ട്രയൽ ബാലൻസ് അതോ എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ വന്നാൽ ട്രയൽ ബാലൻസ് എന്തോ എഗ്രി ആവും. അപ്പോൾ ഇവിടെ ഏതിൻ്റെ കോൺസെപ്റ്റ് ഇല്ല, സസ്പെൻസ് അക്കൗണ്ട് അഥവാ ഈ ഒരു എററിനെ കൊണ്ട് സസ്പെൻസ് അക്കൗണ്ട് വരില്ല. ഓക്കെ, അപ്പോൾ അടുത്ത എൻട്രിയും എന്താണോ ഇവിടെ എഴുതിയത് അത് സെയിം ആയിരിക്കും. ഓക്കെ, ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണെങ്കിലും എൻട്രി എന്തായിരിക്കും, പ്ലാൻഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ്, സെയിം എൻട്രി. ഇനി ഇതേ സാധനം തന്നെ ആഫ്റ്റർ ഫൈനാൻഷ്യൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് ബിൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. ട്രേഡിംഗ് ബിൽ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് ഒരു പ്ലാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കും, ആ പ്ലാന്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അക്കൗണ്ട്സിൽ പ്ലാന്റിനെ കൊണ്ടുവരണം. അപ്പോൾ ഇതേ പ്ലാന്റിനെ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ല. 10,000 കഴിഞ്ഞിട്ടില്ല. പിന്നെ ചെയ്യേണ്ട ഒരു പരിപാടി ടു പർച്ചേസ് എന്ന് എഴുതാൻ കഴിയില്ല. വൈ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പർച്ചേസ് എവിടെ പോയിട്ടുണ്ടാവും, ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സ്പെൻസോ അല്ലെങ്കിൽ ഇൻകംസോ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ, പർച്ചേസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി, ടു P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 10,000 ഏത് അക്കൗണ്ടാണ്, P&L അഡ്ജസ്റ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞു തൊട്ട് മുൻപേ ഉള്ള വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനൽ ഇത്രയേ ഉള്ളൂ. അസറ്റ് ലയബിലിറ്റി ഇതാണെങ്കിൽ ആഫ്റ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് റെക്ടിഫിക്കേഷൻ ഓഫ് എറർ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരും. ലൈക്ക് ദിസ് പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റർ എഴുതിയ പോലെ. എന്നാൽ എക്സ്പെൻസും ഇൻകംസും ആണെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുക, P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ്. കാരണം ടു പർച്ചേസ് എന്ന് പറഞ്ഞ് ഇനി എഴുതാൻ കഴിയില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. രണ്ടാമത്തെ നോക്കാം. വായിച്ചു നോക്കാം. രണ്ടാമത്തെ എന്താ, സെയിൽസ് ഡേ ബുക്ക് വാസ് കാസ്റ്റഡ് ഷോർട്ട്. കാസ്റ്റഡ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർ കാസ്റ്റഡ് എന്ന് പറയാം. എന്താ പറയാം, അണ്ടർ കാസ്റ്റഡ്. എത്ര രൂപയാണ് സെയിൽസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ് ചെയ്തുള്ളത്, 1000. അപ്പോൾ അറിയാം ഇതൊരു സിംഗിൾ സൈഡഡ് എററാണ്. ഓക്കെ അല്ലേ, അതിൻ്റെ മീനിങ് എന്താ, സെയിൽസ് ഡേ ബുക്ക്. അപ്പോൾ ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ സെയിൽസ് ഡേ ബുക്കിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്ത് ആ ടോട്ടൽ നമ്മൾ ഒരു പീരീഡ് വെച്ച് ചിലപ്പോൾ മന്ത്ലിയോ വീക്കെൻഡിലോ ആയിട്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഈ സെയിൽസ് ഡേ ബുക്ക് നമുക്കറിയാം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ജേണൽ, സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്കാണല്ലോ സെയിൽസ് ഡേ ബുക്ക്. പക്ഷേ ഇനി സെയിൽസ് ഡേ ബുക്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെയിൽസ് ഡേ ബുക്കിൻ്റെ എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, സെയിൽസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ മതി ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ. ഓക്കെ, സെറ്റ്. അപ്പോൾ അത് മൈൻഡിലുണ്ടല്ലോ അല്ലേ. ഇനി ഇത് സിംഗിൾ സൈഡ് എററാണ്ടുകൊണ്ട് ഏതിന് ട്രയൽ ബാലൻസ് എഗ്രി ആവില്ല. അപ്പോൾ ബിഫോർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ ട്രയൽ ബാലൻസ് എഗ്രി ആവത്തതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. എന്താ ബിഫോർ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു എറർ, അതോ എങ്ങനെ എറർ, സെയിൽസ് ഡേ ബുക്ക് എന്ത് ചെയ്യണം, അണ്ടർ കാസ്റ്റ് ചെയ്തു പറയുമ്പോൾ ടോട്ടലി ഇല്ലേ, ടോട്ടൽ ചെയ്ത് വന്നപ്പോൾ അത് കുറച്ചാണ് ടോട്ടൽ ചെയ്ത്. അപ്പോൾ എത്രയാണോ എമൗണ്ട് അതിനേക്കാൾ 1000 രൂപ കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ടോട്ടൽ ചെയ്ത്. നമ്മുടെ കാൽക്കുലേറ്ററിൽ പെട്ടെന്ന് വന്ന മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും 1000 രൂപ നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി നമുക്ക് സെയിൽസ് അക്കൗണ്ടിൽ എത്ര രൂപ ക്രെഡിറ്റ് കുറവുണ്ട്, 1000 രൂപ ക്രെഡിറ്റ് കുറവുണ്ട്. അത് നേരെ പോയിട്ട് എന്ത് ചെയ്താൽ മതി, സെയിൽസ് ഡേ ബുക്കിൽ ഒരു ക്രെഡിറ്റ് 1000 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ എഴുതുക എങ്ങനെ, സെയിൽസ് അക്കൗണ്ട്
സെയിൽസ് ഡേ ബുക്കിൽ ചെയ്യേണ്ട, സെയിൽസ് ഡേ ബുക്കിൻ്റെ ഇമ്പാക്റ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും സെയിൽസ് അക്കൗണ്ടിൽ. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത് റുപ്പീസ് എത്രയാണ് 1000. 1000 രൂപ ക്രെഡിറ്റ് സെയിൽസ് ഡേ ബുക്കിൽ എന്ത് ചെയ്താൽ മതി, സെയിൽസ് അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ പ്രശ്നം തീരും. ഇനി വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതാ സെയിൽസ് അക്കൗണ്ട്, ഓക്കെ അല്ലേ? സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബൈ ക്യാഷ് എന്നോ അല്ലെങ്കിൽ ബൈ ഏതോ ഉണ്ടാവും, ഡെപ്റ്റർ എന്നോ ഉണ്ടാവും അല്ലേ? ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു സെയിൽസ് ആണ്, ക്രെഡിറ്റ് ആണെങ്കിൽ ഡെപ്റ്റർ അക്കൗണ്ട് അപ്പ് ടു സെയിൽസ് ആണ്. അപ്പോൾ ഈ എമൗണ്ട് എഴുതിയത് മൊത്തം ശരിക്കും 9000. അതിൽ എത്ര രൂപ കുറവുണ്ടെന്ന് പറയുന്നത് 1000 രൂപ എന്ത് ചെയ്യുന്നതാണ്, കുറവുണ്ട്. അപ്പോൾ ബൈ എന്ത് ചെയ്താൽ മതി, ഈ സിറ്റുവേഷൻ എന്താ അണ്ടർ ക്യാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു 1000 രൂപ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ പ്രശ്നം തീരും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് എൻട്രിയുടെ ഒന്നും ആവശ്യമില്ലെന്ന് സാരം. ഓക്കെ, എന്നാൽ ഈ തെറ്റ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴും കണ്ടെത്തിയില്ലെങ്കിൽ ട്രയൽ ബാലൻസ് ടാലി ആവില്ല. അപ്പോൾ ട്രയൽ ബാലൻസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു എമൗണ്ട് സസ്പെൻസ് അക്കൗണ്ടിൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ സെയിൽസിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം ടു ഏതാണ്, സെയിൽസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, സെയിൽസിൽ എത്രയാണോ എമൗണ്ട് വരേണ്ടത് അതിൻ്റെ 1000 രൂപ കുറച്ചാണ് കാണിച്ചുള്ളത്. അപ്പോൾ സെയിൽസ് നമുക്ക് കൂട്ടണം. സെയിൽസ് കൂട്ടണമെങ്കിൽ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യുന്ന ആളാരായിരിക്കും, സസ്പെൻസ് അക്കൗണ്ട് ആയിരിക്കും. വൈ, നമ്മൾ ഈ തെറ്റ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ 1000 രൂപ എവിടെ എടുക്കുന്നുണ്ടാവും, ഈ 1000 രൂപ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ട്രയൽ ബാലൻസിലുണ്ടാവും. ആ സസ്പെൻസ് അക്കൗണ്ടിന് ഏതായിരിക്കും ബാലൻസ് ഉണ്ടാവുക, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, വളരെ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സെയിൽസിൽ ഒരു 1000 രൂപ കുറവുണ്ട്. അപ്പോൾ സെയിൽസിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതാണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യുന്നത് ഏതായിരിക്കും, സസ്പെൻസ് ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കാം. ഇനി ഇവിടെ എത്തുമ്പോൾ എങ്ങനെയാവും ചെയ്യേണ്ടത്, സസ്പെൻസ് അക്കൗണ്ട് അഥവാ ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട് ആണെങ്കിലും സസ്പെൻസ് അക്കൗണ്ടിൽ മാറ്റില്ല, ഡെബിറ്റ് തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞു സെയിൽസ് ഇൻകാണ്. ഇൻകോ എക്സ്പെൻസോ ഉണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ അക്കൗണ്ട് ത്രൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഏതാ, ടു P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, 1000, സിമ്പിൾ, നത്തിങ് ഗ്രേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ എന്താ മൂന്നാമത്തെ പറയുന്നത് നോക്കാം മക്കളെ. ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷ് കൊടുത്തിട്ടുണ്ട് 1000 രൂപ. വാസ് പോസ്റ്റഡ് ടു ഹിസ് അക്കൗണ്ട് ആസ് എത്ര, 100 രൂപ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സിൻ്റെ ജേണൽ എൻട്രി എന്താ, ജേണൽ എൻട്രി എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എത്ര പേര് ജേണൽ എഴുതിയത്, 1000 ആണോ 100 ആണോ എന്ന് വെച്ചാൽ എത്രയാണ്, 1000. എങ്ങനെ മനസ്സിലായി സാർ, ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ് ഫോർ 1000 വാസ് പോസ്റ്റഡ് എന്നാണ്. അപ്പോൾ ഈ തെറ്റ് വന്നത് എപ്പോഴാണ്, ജേണൽ എഴുതുമ്പോൾ തെറ്റൊന്നുമില്ല. ജേണലിൽ നിന്ന് എക്സ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണമായിരുന്നു, 1000. പക്ഷെ ഇവർ എത്ര എഴുതിയുള്ളൂ, 100 രൂപ. ക്യാഷ് അക്കൗണ്ടിൽ അപ്പോൾ എത്ര എഴുതിയിട്ടുണ്ടാവുക, ബൈ എക്സ് എന്ന് പറഞ്ഞിട്ട് 1000 എഴുതിയിട്ടുണ്ടാവും എന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലല്ലോ. ക്വസ്റ്റ്യനിൽ പറയാത്ത സാധനം നിങ്ങൾ എടുക്കണ്ട. അഥവാ ക്വസ്റ്റ്യനിൽ തെറ്റെന്ന് പറയുന്ന ഭാഗം മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയൊക്കെ പെർഫെക്റ്റാണ്, ബാക്കിയൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഐ റിപ്പീറ്റ്, ക്വസ്റ്റ്യനിൽ തെറ്റ് ആണെന്ന് പറയുന്ന ഭാഗം തെറ്റാണ്, ബാക്കിയുള്ള ഏരിയ ഒക്കെ എന്തായിരിക്കും, കറക്റ്റായിരിക്കും. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ കറക്റ്റ് ബൈ എക്സ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യണ്ട. എക്സ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1000 എഴുതേണ്ട അടുത്ത് എത്ര എഴുതിയിട്ടുള്ളൂ, 100 രൂപ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇനി 100 രൂപ എക്സ് അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എഴുതാണ് മൂന്നാമത്തെ, എക്സ് അക്കൗണ്ട് വിൽ ബി എന്ത് ചെയ്യണം, ഡെബിറ്റഡ് വെൻ അല്ലെങ്കിൽ വിത്ത്, വെന്നല്ലല്ലോ, വിത്ത് റുപ്പീസ് എത്രയാണ്, 900. ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് ഏത് അക്കൗണ്ടാണ്, എക്സ് എന്നുള്ള ആളുടെ അക്കൗണ്ട്. അയാൾക്ക് പൈസ കൊടുത്തപ്പോൾ എൻട്രി എന്താ, എക്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് ശരിക്കും എഴുതേണ്ടത്, 1000. പക്ഷേ ഇയാൾ എത്ര എഴുതിയുള്ളൂ, 100 രൂപ. പിന്നെ ഇത് എന്ത് ചെയ്താൽ മതി, ടു എന്ന് പറഞ്ഞിട്ട് ഷോർട്ടേജ് എമൗണ്ട് എത്ര ഉണ്ട്, ഒരു 900 കൂടെ എഴുതിയാൽ ടോട്ടൽ എത്ര വരും,
1000 വരും. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് എൻട്രിയുടെ ആവശ്യമില്ല, കാരണം ഇതൊരു സിംഗിൾ സൈഡഡ് എററാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അപ്പുറത്തേക്ക് വരുമ്പോൾ ഇതേ പ്രശ്നമാണ്. സിംഗിൾ സൈഡഡ് എററാണെങ്കിൽ അത് ഏതിനെ എഫക്റ്റ് ചെയ്യും? സസ്പെൻസ് അക്കൗണ്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ എക്സ് അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് വരണം എന്നുണ്ടെങ്കിൽ എൻട്രി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിൽ നമ്മൾ കണ്ട പോലെ തന്നെ എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ്. അപ്പുറത്തെ ആളാരാ? സസ്പെൻസ്. ഓക്കെ. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും കിട്ടാതെ, അഥവാ സിംഗിൾ സൈഡ് എറർ ആണെങ്കിലല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഡെബിറ്റിലും ക്രെഡിറ്റിലും ഏതെങ്കിലും ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഇഷ്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഡെബിറ്റ് കിട്ടുമ്പോൾ ക്രെഡിറ്റിനെ സസ്പെൻസ് ആക്കുക, ക്രെഡിറ്റ് എഴുതാനുള്ള ഐറ്റം അറിയുമ്പോൾ ഡെബിറ്റിന് എന്ത് ചെയ്യുക? സസ്പെൻസിൽ വരും. ഓക്കെ. യാ. ദെൻ എന്താണ് അപ്പുറത്തെ എൻട്രി എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, എക്സ് എന്താണ്? ഒരു അസറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ക്രെഡിറ്റ് ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട് ആണെങ്കിലും എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ എഴുതാം, ടു സസ്പെൻസ് ഉണ്ടാവും, അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ എവിടെ വ്യത്യാസം വരുമെന്ന് വെച്ചാൽ, പർച്ചേസ് സെയിൽസ് പോലെ ഇൻകം എക്സ്പെൻസ് വരുമ്പോൾ അതിന് എന്ത് റീപ്ലേസ് ചെയ്താൽ മതി? P&L അഡ്ജസ്റ്റ്മെൻറ്റ്. സസ്പെൻസ് അക്കൗണ്ട് ആണെങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ വരും. അസറ്റുകളാണെങ്കിൽ സെയിം ആണ്, ലയബിലിറ്റി ആണെങ്കിലും സെയിം ആയിരിക്കും. ഓക്കെ. അടുത്ത 2 കൂടിയല്ലേ. 4th വൺ ഏതാ പറയുന്നത്? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ ടി 3500 വാസ് എൻറ്റേഡ് ഇൻ ദി പർച്ചേസ് ഡേ ബുക്ക്. എത്രയാണ്? 500. പർച്ചേസ് ചെയ്തു ആരെന്ന്? ടിയിൽ നിന്നുള്ള ആളേന്ന്. ടി ആരാ? അപ്പോൾ ജയിക്കും ജേണൽ എൻട്രി എന്താ വരിക? പർച്ചേസ് അക്കൗണ്ട് അപ് ടു ടി എത്ര ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു? 3500. അപ്പോൾ ടീനെ ക്രെഡിറ്റ് ചെയ്തൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ? അല്ലല്ല, പ്രശ്നമുണ്ട്. പർച്ചേസ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ ടി 3500 വാസ് എൻറ്റേഡ് ഇൻ ദ പർച്ചേസ് ബുക്ക് പറഞ്ഞ 500 പർച്ചേസ് ബുക്കിൽ 500 എഴുതി എന്ന് പറയുമ്പോൾ ഏത് എൻട്രി എഴുതി ഇമ്പാക്റ്റ് വരാം? ഞാൻ എൻട്രി എഴുതുന്നുണ്ട്. ഏതാ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടി എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതിയിട്ടുള്ളൂ? 500. ഓക്കെ അല്ലേ? യെസ്, ടി അക്കൗണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിടത്തും എത്ര കുറവുണ്ട്? 3500 ഉള്ളിടത്ത് 500 എഴുതിയിട്ട് 3000 ഇവിടെ കുറവുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഓക്കെ. 4ാമത്തെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ടി 3500 എഴുതുന്നതിനോടത്ത് 500 എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇനി 3000 നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്താൽ മതി? ജേണൽ എൻട്രിയിൽ എഴുതിയാൽ മതി. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടി എന്നുള്ള ആളുടെ അക്കൗണ്ട്, ടി അക്കൗണ്ട്. എത്ര? 3000 രൂപ. ഇത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല, കാരണം അതൊരു ഡബിൾ സൈഡഡ് എററാണ് അല്ലേ? ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേപോലെ വരുന്നതാണ്. അപ്പോൾ സെയിം എൻട്രി തന്നെ ആയിരിക്കും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷവും വരിക, കാരണം ഈ ഒരു എററിനെ കൊണ്ട് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ സെയിം സാധനം തന്നെ. എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടി അക്കൗണ്ട്. എത്ര എമൗണ്ട്? 3000. ഓക്കെ. ദെൻ അപ്പുറത്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, അതിനെ ഏതുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി? P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ടു ടി എന്താണ്? ഒരു ലയബിലിറ്റിയാണ്, അതിൽ മാറൂല. അസറ്റും ലയബിലിറ്റിയും മാറില്ല. ഓക്കെ അല്ലേ? യെസ്. ഇത് നമുക്ക് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നതല്ലേ. ഇൻകം എക്സ്പെൻസൊക്കെ ഒരു P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ പിന്നെ ഉണ്ടാവില്ലല്ലോ. പക്ഷെ അസറ്റും ലയബിലിറ്റിയും അവിടെ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ലേ? ലാസ്റ്റ് സാധനമാണ്, ഇപ്പോൾ കഴിയും. സാലറി പെയ്ഡ് 3000 റോങ്ലി പാസ്ഡ് ത്രൂ ദ വേജസ് അക്കൗണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഓക്കെ. 5ാമത്തെ സാലറി പെയ്ഡ്. അപ്പോൾ ശരിക്കും എൻട്രി എന്താ? കറക്റ്റ് എൻട്രി എഴുതാണ് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പക്ഷെ അവർ തെറ്റായിട്ട് എന്താ എഴുതിയ? വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ റെക്ടിഫൈ എന്ന എൻട്രിയാണ്. റെക്ടിഫൈങ് എൻട്രി എന്താ? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? വേജസ്. സിമ്പിൾ ഒരു വഴി. ഓക്കെ അല്ലേ? ഇത് ഡബിൾ സൈഡർ ആയതുകൊണ്ട് ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണെങ്കിലും ഈ കേസിലും എൻട്രി എന്തെന്നെ വരിക? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജസ്. ഓക്കെ അല്ലേ? ഇനി ഇത് ഫൈനൽ അക്കൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ സാലറി എക്സ്പെൻസാണ്, വേജസ് എക്സ്പെൻസാണ്. അപ്പോൾ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? സത്യത്തിൽ ഈ ഒരു എൻട്രിയുടെ ഇമ്പാക്റ്റ് എന്താ വെച്ചാൽ നില്ലാവും. ഓക്കെ അല്ലേ? P&Lനെ ഡെബിറ്റും ചെയ്തു, P&L എന്ത് ചെയ്തു? ക്രെഡിറ്റും ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഓൾ.